പട്ടിണിയാണ്. അമ്മ ഒന്നും കഴിച്ചില്ലേ? ഇന്ന് മൊത്തത്തിൽ കിട്ടിയത് 10 രൂപ. ഇത് കണക്ക് എന്നെ സ്നേഹിച്ചവരാണ്. ഞാൻ ആക്സിഡന്റ് കഴിഞ്ഞ് ഞാനിവിടെ നിൽക്കുന്നില്ല, ഇതും പിടിച്ചോണ്ട് ചിരിച്ചോണ്ട്. കാരണം എന്തു ഇതാണ്, ഇതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പം ചേച്ചി പൈനാപ്പിൾ ഉണ്ട്. ഇതിലേതാ നല്ല ടേസ്റ്റ് ചെയ്ത ചേച്ചി? പൈനാപ്പിൾ ഉണ്ട്. എനിക്ക് ഏതെങ്കിലും ഉപ്പിലിട്ട് ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ തരുമോ ചേച്ചി? ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ, ഒരു പീസ് ടേസ്റ്റ് ചെയ്യാൻ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചേച്ചി, ചേച്ചി ഇവിടെ ദിവസം ഇങ്ങനെ വിൽക്കുന്ന ആളാണോ? ഒരു ദിവസം എത്ര എണ്ണം വിൽക്കും? ഇന്ന് കച്ചവടമൊന്നും ഇല്ലേ? ഒരു ദിവസം ഇത്ര വിറ്റ് കഴിഞ്ഞാൽ എത്ര കിട്ടും? എന്താ ചേച്ചി? 400 രൂപ കച്ചവടം കിട്ടും ഒരു ദിവസം. എത്ര വെച്ചാലും 400 രൂപ കിട്ടും. ചേച്ചി എന്നെ സ്വന്തമായിട്ട് എടുത്ത് ചെയ്യുന്നതാണോ? അപ്പോൾ ഈ ഭിക്ഷ യാചിക്കുന്നവർ തന്നെ ഇവിടെ ഇത്ര പേരുണ്ടായിട്ടും ചേച്ചി ഇപ്പോൾ ഈ പ്രായത്തിൽ, ചേച്ചിക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 52. അതായത് എൻ്റെ അമ്മൂമ്മേക്കാളും കുറച്ചുകൂടെ പ്രായം കുറവാണ്. എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അമ്മയെന്ന് തന്നെ വിളിക്കാം. അപ്പോൾ അമ്മ ഈ ഒരു പ്രായത്തിലും ഇതെങ്ങനെയായി മാങ്ങ എവിടുന്ന? മാങ്ങ കടയിൽ നിന്ന് എടുത്ത് ചെത്തി ഇത്രയും കൊണ്ട് നടന്ന് ഇത്രയും ദിവസം നടന്ന് ഈ മറൈൻ ഡ്രൈവ് എങ്ങനെ ഒരു 1 കിലോമീറ്ററോളം കാണും. ഈ 1 കിലോമീറ്റർ കൊടുക്കുന്നു. അത്രയും നടന്ന് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം 400 രൂപ അല്ലേ? ഓ, എന്തേലും കഴിച്ചോ? ഒന്നും കിട്ടിയില്ല. പട്ടിണിയാണ്. അമ്മ ഒന്നും കഴിച്ചില്ലേ? ഇന്ന് മൊത്തത്തിൽ കിട്ടിയത് 10 രൂപ. ഇന്ന് കച്ചവടം. ഇത് ഒരു പീസിന് എത്ര? 20 രൂപ മൊത്തത്തിൽ. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് കിട്ടിയത് 10 രൂപ അല്ലേ? അമ്മ കഷ്ടം. അമ്മ കൃഷ്ണനെയൊക്കെ ഫോട്ടോയും വെച്ചോണ്ട് നടക്കാണ്. നമുക്കിത് കാണുമ്പോൾ സങ്കടമുണ്ട്. അമ്മ ഇതിലിപ്പോൾ എത്ര പീസ് ഉണ്ടമ്മ? 17 പാക്കറ്റ്. അപ്പം ഒരു കാര്യം ചെയ്യാമ്മ, അമ്മ എന്നും ഇങ്ങനെ നടന്ന് കഷ്ടപ്പെട്ട് വിൽക്കുമല്ലേ? എന്നും കഷ്ടപ്പെട്ട് നടന്ന് വിൽക്കുമല്ലേ? അപ്പോൾ ഇന്നൊരു കാര്യം ചെയ്യാമ്മ, അമ്മയുടെ വീട് അടുത്തല്ലേ? പള്ളുരുത്തിയിൽ. അമ്മ അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇന്ന് പള്ളുരുത്തി പോയിക്കോ. ഇന്ന് പോയി റെസ്റ്റ് എടുത്തിട്ട് ഇത് മൊത്തത്തിൽ ഞാൻ മേടിക്കോ. കേട്ടോ അമ്മ? കളിതമാശ അല്ല, ഇത് മൊത്തത്തിൽ ഞാനങ്ങ് മേടിക്കുക. അപ്പോൾ അമ്മ ഇത് മൊത്തത്തിൽ ഞാനങ്ങ് മേടിക്കുക. അമ്മ വിൽക്കത്തില്ലേ? ഇത് ഇത്രയും സാധനം ഞാൻ ഇന്നങ്ങ് മേടിക്കുക. എത്ര ഇത്? 17 പാക്കറ്റ് എന്ന് പറയുമ്പോൾ 20 രൂപയ്ക്ക്. ഒരു പാക്കറ്റ് 20 രൂപയ്ക്കാകുമ്പോൾ 320 രൂപ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഇത് മൊത്തത്തിലങ്ങ് വാങ്ങുക. 320 രൂപ അല്ലേ? അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ. അമ്മ ഇപ്പോൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ ഇതെനിക്ക് തന്നിട്ട് അമ്മ അപ്പുറത്തെ കടയിൽ പോയി എന്തെങ്കിലും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യണം. കേട്ടല്ലോ? അമ്മ ഇതിങ്ങനെ വിശന്ന്, ഞാൻ പറയട്ടെ അമ്മ, എനിക്കുണ്ട് ഇതണക്കൊരു അമ്മ വീട്ടിൽ. ഇങ്ങനെ വിശന്ന് ഇരിക്കുമ്പം എനിക്കൊരു സങ്കടം തോന്നത്തില്ലേ? മക്കളല്ലേ? ആരും നോക്കൂലല്ലേ? ഇല്ലല്ലേ? ആണല്ലേ? മുമ്പിലല്ലേ? അപ്പം അമ്മയ്ക്കൊരു വീടില്ല. അപ്പം അമ്മ, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അമ്മ ഒരു കാര്യം കൊണ്ട് വിഷമിക്കണ്ട. അമ്മ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. ഒരു 10 രൂപ പെട്ടി കിടക്കുന്നതുണ്ട്. അമ്മ അപ്പം പോയി അമ്മയ്ക്ക് എന്തോ വേണ്ടതെന്ന് വെച്ചാൽ അമ്മ വാങ്ങി കഴിക്കും. ഇത്ര 320 അല്ലേ അമ്മ? ഇതിപ്പം ഞാൻ കൊണ്ടുപോകാൻ പോകണം. ഓ, ട്രേ അല്ല, ട്രേ അമ്മ എടുത്തോ, ഞാൻ കവർ തരാം. ഇത് കച്ചവടമല്ല അമ്മ, ഇത് മൊത്തവും ഞാനങ്ങ് മേടിക്കുക.
മേടിച്ചിട്ട് കാര്യം അമ്മ നമുക്കിതൊക്കെ ഓ ഓ അമ്മ ഇത് കഴിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ല, അതല്ല അമ്മ ഞാൻ ചോദിച്ചത്. അമ്മയ്ക്ക് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും വേണോ കഴിക്കാൻ? ഓ ആണല്ലേ. ആ ഈ വെള്ളരിക്ക അമ്മ കഴിച്ചോ കേട്ടോ. ഓ അപ്പൊ ശരി അമ്മ ഇപ്പൊ വീട്ടിൽ പോവാ, സുഖമായിട്ട് കിടന്ന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുക. അല്ല അമ്മ, നമ്മൾ ഇതണക്കൊക്കെ ഉള്ള ആൾക്കാരെ ഇതൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ പോവുക, ആൾക്കാർ ഇപ്പം അമ്മ പ്രതീക്ഷിച്ചു ഇങ്ങനെ ആരെങ്കിലും വന്ന് ഇങ്ങനെ വാങ്ങുമെന്ന്. പ്രതീക്ഷിക്കുന്ന സമയത്ത് അമ്മയുടെ മുഖത്ത് വന്ന സന്തോഷം ഉണ്ടല്ലോ. സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. നമ്മളിതിപ്പോ കച്ചവടം ഇല്ലാതെ വന്നപ്പോൾ വന്നത്, അപ്പൊ ഒരു സന്തോഷം അമ്മയുടെ മുഖത്ത്. അതാണ് നമ്മള് നമ്മളെ സഹായിക്കാതിരിക്കില്ല. മനസ്സിന്റെ വേദന കർത്താവ് നമ്മളെ കണ്ടു. നമ്മള് ഈ കേൽപ്രാങ്ക് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, നമ്മൾ ചാനൽ ബേസിലാണ് ഇങ്ങനെ ഒന്ന് മേടിക്കുന്നത്. അമ്മ അവിടെ ക്യാമറ കണ്ടോ? ആ ക്യാമറ നോക്കി ഒന്ന് ചിരിച്ചൊരു ഹായ് കാണിച്ചേക്കാം അമ്മ. വേണ്ടമ്മ, ആ ഇരിക്കുന്നത് വേണ്ട, ക്യാമറ കൊണ്ടൊരു പയ്യൻ ബാഗിന്റെ ആ ഒരു ഹായ് കാണിച്ചേക്കമ്മ. അപ്പൊ പാവം പിടിച്ച അമ്മയ്ക്ക് ഇന്ന് വിഷമിച്ച് ദുഃഖിച്ചിരിക്കുകയായിരുന്നു. ഒരു കച്ചവടം പോലും നടക്കാതെ 10 രൂപ പെട്ടി കിടക്കുമായിരുന്നു അമ്മയുടെ. ആ അമ്മയുടെ ഇന്ന് വാങ്ങിയപ്പോൾ അമ്മയ്ക്കുണ്ടായ സന്തോഷം എങ്ങനെയുണ്ടമ്മ? അനുഗ്രഹമല്ലേ. 10 രൂപ പെട്ടി കിടന്നൊരു അമ്മയാണ് അമ്മയ്ക്കിന്ന് വാങ്ങിയപ്പോൾ സന്തോഷം ഉണ്ടായി. അപ്പൊ അമ്മ സന്തോഷമായിട്ട് പോയി എന്തെങ്കിലും കഴിക്കണം കേട്ടോ. ഉറപ്പായിട്ടും കഴിക്കാം, ഉറപ്പാണ്. ആ അപ്പൊ അമ്മ കഴിക്കണം, കഴിച്ചിട്ടേ പോവാവുള്ളൂ. ശരി, ഇന്ന് അമ്മയ്ക്ക് എന്തോ വേണ്ടെന്ന് വെച്ചാൽ അത് വാങ്ങി കഴിക്കും. ഓ ശരി. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ എന്താ പറയണ്ടേ, നമ്മളിപ്പോൾ ഇവരുടെ ഇങ്ങനെ ചെയ്ത് 4 പേരുടെ സിമ്പതി പിടിച്ചു പറ്റുക, അതിനെ അങ്ങനെ പിടിച്ചു പറ്റുക, അങ്ങനെ പലതും തോന്നും. പലരും അങ്ങനെ നെഗറ്റീവ് ചിന്തിക്കും. ബട്ട് നമ്മൾ ഇതിന് മനസ്സിലായ കാര്യം, ആ പാവം പിടിച്ച അമ്മയെ കണ്ട 10 രൂപ പെട്ടിയിൽ അവരുടെ ലാഭം എന്ന് പറയുന്നത് 400 രൂപ ഒരു ദിവസം, രാവിലെ തൊട്ട് വൈകുന്നേരം നടക്കും. ഇതുവരെ ഒന്നും കഴിച്ച പോലും ഇല്ല. അപ്പോൾ നമ്മൾ ഇത്രയും നടന്ന് ഇങ്ങനെ വിറ്റപ്പാ കിട്ടിയൊരു സന്തോഷം കണ്ടല്ലോ, ആ സന്തോഷം നമ്മൾ പൈസ കൊടുത്താൽ കിട്ടുമോ? എവിടെയെങ്കിലും കിട്ടുമോ? നിങ്ങൾക്കാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ ഇനി വരുന്ന ആൾക്കാർക്ക് ഇത് നമ്മൾ കൊടുക്കും. എത്ര പേര് വാങ്ങും ഇല്ല നമുക്ക് നോക്കാം. ബ്രോയ്ക്കെന്തോ ഇന്ന ഒരു പൈനാപ്പിൾ കഴിക്കാറില്ല. എന്തിലും ഇന്ന് നമ്മുടെ ഒരു സന്തോഷത്തിലും കഴിച്ച ബ്രോ. ഓക്കെ, താങ്ക് യു. ഓ അതാണ് മച്ചന്മാരെ പവർ. കണ്ട, ആ ചെയ്തത് നല്ല കാര്യമാണ്. ഇത് കണക്കുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെ മനസ്സിൽ വരുന്നൊരിതുണ്ട്, ഒരു തോട്ടുണ്ട്. നമ്മളിത് ചെയ്യുന്ന വെച്ചാൽ നാളെ ഈ വീഡിയോ കണ്ട് ഇപ്പം ഞങ്ങൾ പലരെയും കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഇന്ന് ഇത് ചെയ്യാൻ ഇറങ്ങിയത്. ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് കണ്ട് ഇൻസ്പയർ ആയിട്ട് ഇതുപോലെ വഴി ഒരാൾ വിഷമിച്ച് നിൽക്കുമ്പോൾ അയാൾക്ക് പൈസ ഉണ്ടെങ്കിൽ കൊടുക്കാനൊരു മനസ്സ് തോന്നണ്ടേ? അതെ, ഇതുപോലെ നമ്മുടെ ഈ പറയുന്ന വാക്കുകൾ, ഈ നന്മകളുമാണ്. ഇത് കണക്ക് എന്നെ സ്നേഹിച്ചവരാണ്. ഞാൻ ആക്സിഡന്റ് കഴിഞ്ഞ് ഞാനിവിടെ നിൽക്കുന്നില്ല ഇതും പിടിച്ചോണ്ട് ചിരിച്ചോണ്ട്. കാരണം എന്തും ഇതാണ്, ഇതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പം താങ്ക്സ് ബ്രോ. എവിടെയെങ്കിലും ഇതാണ് കാണുമെങ്കിൽ ബ്രോ ഇതാണൊക്കെ സഹായിക്കണം കേട്ടാ. ചേട്ടാ ചേട്ടാ എങ്ങനെ ചേട്ടാ ഇവിടെ കൊണ്ടുനടന്ന് വിൽക്കുകയാണോ ഇത്? അതെ. ആ, ഒരു ദിവസം കൊണ്ടുനടന്ന് എത്ര രൂപ കിട്ടും ഇതിന്? അയ്യോ, അതൊന്നും പറയാൻ പറ്റില്ല. ആൾക്കാരുടെ ഇതനുസരിച്ച് ഒരു ദിവസം എത്ര എണ്ണം കൊണ്ടു നടക്കും ചേട്ടാ? ഞാൻ കൊണ്ടു നടക്കാറില്ല. അല്ല, ഒരു എത്ര പീസ് വിൽക്കുമെന്ന്? 10-30 പീസ് വിൽക്കും. എനിക്ക് ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ തരുമോ കേട്ടോ? എന്താ മോനെ ഇതിന്റെ ഉദ്ദേശം? ഒരു മാങ്ങ ടേസ്റ്റ് ചെയ്യാൻ തരുമോ? ഒരെണ്ണം, ഒറ്റ പീസ്. ഒരു പീസാ? ഓ ചേട്ടാ ഇവിടെ തന്നെ ഉള്ളതാണോ? ഇതിൽ നിന്ന് ചേട്ടന് ലാഭം കിട്ടുന്നുണ്ടോ എന്തേലും? ലാഭമൊക്കെ വളരെ കുറവാണ്. ആ, ഇത് സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ അതോ? ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ലേ? അപ്പോൾ മാങ്ങ എടുത്ത് ഇങ്ങനെ അരിഞ്ഞു വെച്ച് വിൽക്കുന്നതല്ലേ? സാധാരണ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ തരാത്തതാ. തരില്ല. അപ്പം മോനെ ടേസ്റ്റ് നോക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഒരു സ്നേഹം കൊണ്ട് തന്നതല്ലേ അപ്പാപ്പൻ? മൊത്തത്തിൽ ഇത്രേ ഉള്ളൂ? ഇന്ന് ഇത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാപ്പാ,
ഇത് മൊത്തത്തിൽ എടുത്തോ, എന്താ മോനെ അങ്ങനെ ചോദിക്കുന്നത്? ഇത് മൊത്തത്തിൽ എടുത്തോ. അതെന്നാ അങ്ങനെ ചോദിക്കാൻ കാര്യമോ ഞാൻ പറയുന്നു. എന്നിട്ട് ഇത് മൊത്തത്തിൽ എടുത്തോ, ഇത് മൊത്തത്തിൽ എടുത്തോ. അല്ല അങ്ങനെ എന്താ ഇതിന്റെ ഉദ്ദേശം? അല്ല, എനിക്കിത് കണ്ടപ്പോൾ ചേട്ടനെ കണ്ടപ്പോൾ കഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നി. ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണോ? ടേസ്റ്റ് ഉണ്ട്, ഒന്നാമത്തെ കാര്യം ടേസ്റ്റ് ഉണ്ട്. ചേട്ടൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ചേട്ടൻ ഇവിടെ ഇപ്പോൾ എത്ര മണിക്കൂർ നിന്നാൽ ഇങ്ങനെ നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. തന്നെയല്ല, ഞാനിവിടെ ഡീസൻ്റായിട്ട് കൊടുക്കണം. വെള്ളം ഇരിക്കുന്നുണ്ട്, അതിലിട്ട് കഴുകി നീറ്റായിട്ട് മനുഷ്യന് കൊടുക്കേണ്ട രീതിയിലാണ് കൊടുക്കണേ. അത് എല്ലാവർക്കും ഇവിടെ അറിയാം. എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഉച്ചയ്ക്കാ? ഓ, ഉച്ചയ്ക്കല്ല, ഞാൻ 11 മണിക്ക് 4 ഇഡ്ഡലി കഴിച്ചു. 11 മണിക്ക് 4 ഇഡ്ഡലി കഴിച്ചതേ ഉള്ളൂ. ചേട്ടാ ഇതുവരെ ഒന്നും കഴിച്ചില്ല? ഞാൻ വീട്ടിൽ പോയിട്ട് തന്നെ ആഹാരം കഴിക്കുള്ളൂ. വിശക്കത്തില്ല ചേട്ടാ? അല്ല, എനിക്ക് അത്ര നേരം പിടിച്ചു വെക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇതുണ്ട്. അപ്പോൾ പണ്ടോട്ടെ അങ്ങനെ ചെയ്യുന്നതുണ്ടല്ലേ? ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുന്ന കാര്യം വളരെ വെറുപ്പല്ലേ? എന്തായാലും ചേട്ടനെ കണ്ടപ്പം ഒരുപാട് സന്തോഷം. കാര്യം വേറൊന്നുമില്ല, ഇങ്ങനെ ഇവിടെ ഒരുപാട് ഭിക്ഷ യാചിക്കുന്ന കണ്ട് ഈ പ്രായത്തിലും ഭിക്ഷ യാചിക്കാതെ ഒരു മാങ്ങ, ഒരു കല്ലെറിഞ്ഞൊരു മാങ്ങ ഇട്ട് അത് ചെത്തിക്കൊണ്ടുവന്ന് വിറ്റ് കിട്ടുന്ന പൈസയ്ക്ക് ചായ കുടിക്കാൻ കാണിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ, ഇത് മതി. എത്രയോ പേർക്ക് ഇതൊരു ഇതാ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഭിക്ഷ യാചിച്ചതിനേക്കാളും നല്ലതല്ലേ ഇത്? പിന്നല്ലേ അല്ലേ? ഇതെത്ര ചേട്ടാ മൊത്തത്തിൽ പറഞ്ഞോ? എത്രയായി പറഞ്ഞോ? അല്ല പറഞ്ഞോ? അല്ല അങ്ങനെയല്ല ചേട്ടാ, ഇത് എത്രയാന്ന് വെച്ചാൽ പറഞ്ഞോ. ഇതിപ്പോ 99 15 15 9 24 240 രൂപ ഉണ്ട്. 240 രൂപ. ചേട്ടാ എന്തിനാ ഇങ്ങനെ എന്നെ സഹായിക്കാൻ വേണ്ടിട്ടാണ്? ഇത് സഹായമൊന്നുമില്ല ചേട്ടാ. സഹായം എന്ന് വെച്ചാൽ നമ്മൾ ഭിക്ഷക്കാർക്ക് കൊടുക്കുമല്ലോ, അത് നമ്മൾ സഹായം എന്ന് പറയാം. അതെ, നമ്മൾ ആക്ച്വലി നമ്മളിപ്പോൾ പലയിടത്തും പോയി പലർക്കും ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവർ കാണും. അവരുടെ അത് മൊത്തത്തിൽ വാങ്ങുമ്പോൾ അവർക്കൊരു ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു സന്തോഷം. അതെ, ഇപ്പോൾ ചേട്ടൻ ഇത്രയും നേരം നിൽക്കുന്ന ചേട്ടൻ ഇന്ന് ഫ്രീ, ഇന്ന് ചേട്ടന് ഇത്രയും ഫ്രീ, ജോലി നിന്ന് ഫ്രീ, എന്ന് ഇവിടെ നിന്ന് അലയുന്നതല്ലേ, ഇന്ന് ചേട്ടന് ഫ്രീ. എന്റെ പേര് കിച്ചു. അതെ, എത്ര കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ചേട്ടന് ഫുള്ളി ഫ്രീ. ഇന്ന് സുഖമായിട്ട് ചേട്ടന് പോയി വീട്ടിൽ പോയി ചോറ് കഴിക്കുക. ശരി, ആയിക്കോട്ടെ. മക്കളുടെ ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. കുഴയില്ല കേട്ടോ. ഓ, ഇന്നാട്ടാ വെച്ചോട്ടാ. ഇതിപ്പം ഭിക്ഷയായിട്ട് തരുന്നത് അങ്ങനല്ല ചേട്ടാ. ഇതിന് 240 പറയുമ്പോൾ 1000 രൂപ തരുന്ന വേറൊന്നുമല്ല. ഞങ്ങൾ ഇത് കണക്ക് ചെയ്ത് സമ്പാദിക്കുന്ന പൈസകളാണ് ഇതൊക്കെ. നമ്മളിത് കണക്ക് വീഡിയോ ചെയ്തും എടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് ചേട്ടനും ഇത് അവകാശപ്പെട്ടതാണ്. ഓക്കെ ചേട്ടാ, മേടിച്ചോ? ഉറപ്പാണ് ചേട്ടൻ മേടിച്ചോ. നമ്മൾ തിരിച്ചു വാങ്ങണ അങ്ങനെയൊന്നുമല്ല, ചേട്ടാ മേടിച്ചോ. ഓക്കെ, അപ്പോൾ കണ്ടതിൽ സന്തോഷം. ഇനി ചേട്ടന് ചായ കുടിക്കുക, വീട്ടിൽ പോവാം. ഓ, പോട്ടെ. അപ്പോൾ കണ്ടതിൽ സന്തോഷം. ഇനി നമുക്ക് കാണാം, ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, കൂടെ വരാം. ഓക്കെ, അപ്പോൾ ചേട്ടാ നമ്മുടെ ഈ കേൽ പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്, അതിനകത്താണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാമറ ഉണ്ട്, ഒരു ഹായ് കാണിച്ചേ കേട്ടാ. എനിക്ക് കണ്ടപ്പോഴേ തോന്നി, ഒരു ഹായ് കാണിച്ചു. നമ്മൾ മെയിൻലി ടേസ്റ്റ് ചെയ്യാൻ ഞാൻ വന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നപ്പോൾ ഉള്ള ഒരു മനസ്സുണ്ടല്ലോ, അതിനെയാണ്. ഒരാൾ വന്ന് ഇങ്ങനെ ചോദിക്കുക, അയാൾക്കത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതിനാണ്. ഓക്കെ, പോട്ടെ.